Yo, what's up, everybody? Let's go! കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതൊരു മലയാളിയാണ്. മലയാളി മാത്രമല്ല, അതൊരു മലപ്പുറത്തുകാരനാണ്, പൊന്നാനിയാണ്, പാലപ്പെട്ടി സ്വദേശിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇൻസ്റ്റഗ്രാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മുഖം കൂടിയാണ് ഈ ഒരു പാലപ്പെട്ടി സ്വദേശിയായ നിഹാൽ ഹമീദാണ്. നമ്മൾ ഈ ഒരു മുഖം കാണുന്നത് നമുക്കറിയാം, ഈ ഹനാൻ ഷാ പ്രസിദ്ധ ഗായകനാണ്, ഹനാൻ ഷാൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയാണ് ഇൻസ്റ്റഗ്രാം പങ്കുവെച്ചത്. അത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം? എങ്ങനെയായിരുന്നു? അതെങ്ങനെയാ വെച്ചാൽ ഒരിക്കൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു റിക്വസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് മെസ്സേജ് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അത് ഒറിജിനൽ അക്കൗണ്ട് ആണ്. അതായത് നമുക്ക് ഒരു ടെൻഷൻ, കാരണം അത് ഫേക്ക് ആണെന്ന് വിചാരിക്കില്ല. നമ്മൾ എത്ര റിഫ്രഷ് അടിച്ചിട്ട് അത് 699 മില്യൺ ആ പേജിൽ നമുക്കൊരു മെസ്സേജ് പറയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്ന വരെ അതൊരു വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ പോസ്റ്റ് ചെയ്യപ്പോഴാണ് മനസ്സുകൊണ്ടും ആൾക്കാരും എല്ലാവർക്കും ഒരു വിശ്വാസമായത്. പിന്നെന്താ വെച്ചാൽ അതിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ എഡിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് അപ്പോൾ ഞാൻ ഒരു 4 കോണ്ടന്റ് അയച്ചു കൊടുത്തു, ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു സാധനം ചൂസ് ചെയ്ത്, അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം ഞാൻ പോയി ഷൂട്ട് ചെയ്ത്, അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരെ ക്രൈറ്റീരിയാസിനനുസരിച്ചുള്ള ഒരു സാധനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത് വരുമ്പോൾ എന്താണ് തോന്നിയത്? സന്തോഷമുണ്ട്. അതായത് ഇതൊരിക്കലും ഞാൻ ഒറ്റയ്ക്ക് എത്തിപ്പെട്ട ഒരു സംഭവമല്ല. ഇത് തുടങ്ങാനാണെങ്കിൽ എനിക്ക് മുമ്പ് ആക്ച്വലി വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ക്യാമറ ഫ്രണ്ടിൽ ഫേസ് കാണിച്ച് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ 1 വർഷം മുമ്പാണ് ഞാൻ ക്യാമറ ഫ്രണ്ടിലോട്ട് വന്ന് ഫേസ് കാണിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ആ അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ പിന്നിൽ എൻ്റെ ഫാമിലി കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് തുടങ്ങാൻ കാരണക്കാരൻ തന്നെ ഹനാനാണ്. അപ്പോൾ ഹനാൻ പറഞ്ഞ് നിനക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ക്യാമറ ഫ്രണ്ടിൽ വന്ന് ചെയ്തുകൂടെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരുമിച്ചിരുന്നിട്ടാണ് നിഹാൽക്ക എന്നുള്ളൊരു അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ നിഹാൽക്ക എന്നുള്ള ഒരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്, ഇത്രയും ചെറുപ്പത്തിൽ മിക്ക എന്നുള്ളൊരു പേര് സ്വയം ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ഈ അക്കൗണ്ട് ഇത്ര റീച്ച് ആവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നാമത്തെ കേസ്. പിന്നെ ഞാനൊരു കോമഡി ആക്കി, നമ്മളെല്ലാവരും കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കോമഡി ആക്കി ഇട്ടൊരു പേരായിരുന്നു. അത്രത്തോളം റീച്ച് ആയതിൽ സന്തോഷം, എല്ലാവരും ഏറ്റെടുത്തതിൽ സന്തോഷം. ഇപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് ഈ വീഡിയോ എടുത്തത്? എവിടെ നിന്നാണ് ഈ വീഡിയോ? ഇത് ആക്ച്വലി ഞാൻ ജാനുവരി 28 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ബാലി പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും മെയിൽ ത്രൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് അയക്കുന്ന സമയത്ത് ഞാൻ അവിടെ ബാലിയിലാണ്. അപ്പോൾ ഞാൻ ബാലിയിൽ നിന്ന് ഞാൻ പോണ സ്ഥലം വെച്ചുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് അയച്ചു കൊടുത്തത്. കാരണം